ഹലോ ഡിയേഴ്സ്. ചാനൽ തുടങ്ങിയ സമയം മുതൽ എനിക്ക് പല സമയത്തായിട്ട് വരുന്നൊരു കമൻറ്റാണ് കേട്ടോ. ബട്ടർ സ്കോച്ച് സോസ് ഇങ്ങനെ ഒഴിക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് ഇരിക്കും, പിന്നെ അത് കഴിയുമ്പോഴേക്കും അതിങ്ങനെ ഒഴുകി പടർന്ന് ആകെ നാശമാകുമെന്ന്. അപ്പോൾ അതിനുള്ളൊരു ടിപ്പും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഞാനും ഫസ്റ്റ് ടൈം ഇങ്ങനെ ചെയ്ത സമയത്ത് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം സോസ് ഒഴിക്കുന്ന ടൈമിൽ നല്ല ഭംഗിയായിരിക്കും, പിന്നെ അത് മോശമാകുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. ടേസ്റ്റും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട്, എന്താ പറയുക, ആ ഒരു സോസിനേലും സൂപ്പറാണ്. കാരണം നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ വൈറ്റ് ഗനാഷാണ്. അപ്പോൾ വൈറ്റ് ഗനാഷിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ. നമ്മൾ കേക്കിൻ്റെ ആ ഒരു ഔട്ടർ ലുക്ക് എന്ന് പറയുന്നത് നല്ല രീതിക്ക് ആവണം എന്നാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് റെഡിയാക്കാനാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ടേസ്റ്റ് വൈസും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ ചിന്തിക്കേണ്ടത് നമ്മളുടെ കേക്കിൻ്റെ ഔട്ടർ ലുക്ക് ഭംഗിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് നേരത്തെ ചെയ്തിച്ച ഒരു ഗനാഷാണ്. എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്ത് ബാക്കി വെച്ചൊരു ഗനാഷാണ്. അപ്പോൾ അത് ചൂടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മളുടെ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസാണ് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. നമുക്ക് ആ ഒരു കളർ, നമുക്ക് എത്ര കളറാണോ വേണ്ടത് ആ ഒരു കളർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു എമൽഷനാണ് നമ്മളുടെ ഈ മിൽക്ക് ഷേക്ക് അതിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എമൽഷനാണ് ഈ സംഭവം വന്നേക്കുന്നത്. പക്ഷേ ടേസ്റ്റ് കറക്റ്റ് നമ്മളുടെ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു കാരമലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ നല്ല എടുത്ത് നിൽക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും, പക്ഷേ അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്ക് ഈ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് പുറത്തൊഴിച്ചിട്ട് ഒരുപാട് വിഷമത്തോടെ പേഴ്സണൽ മെസ്സേജായിട്ടൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആക്കി തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തെടുത്തൊരു വീഡിയോ അല്ല. ഇതിന്ന് എനിക്ക് രാവിലെ വന്നൊരു ഓർഡറാണ്. നമുക്കിതിന് മുന്നേ നമ്മളൊരു സബ്സ്ക്രൈബർ തന്നെയാണ് ആൾ. അപ്പോൾ നമുക്കിതിന് മുന്നേ ഒരു ഓർഡർ നമുക്ക് തന്നിട്ടുണ്ട്. കുറച്ച് ദൂരെയാണ്, എന്നാലും നമുക്കൊരു ഓർഡർ തന്ന ഒരാളാണ്. അപ്പോൾ രണ്ടാമത് നമ്മളെ വിളിച്ചു. രണ്ടാമതല്ല കേട്ടോ, ഇത് മൂന്നാമതാണ് വിളിക്കുന്നത്. രണ്ടാമത് വിളിച്ച സമയത്ത് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. മൂന്നാമത് നമ്മളെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് ഇതൊരു വീഡിയോ ആക്കി ചെയ്യാമല്ലോ എന്ന്. അപ്പം നമ്മളുടെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കണ്ടില്ല, ഒരു കളറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു ബട്ടർ സ്കോച്ച് സോസിൻ്റെ കറക്റ്റ് ആ ഒരു കളറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും കറക്റ്റ് നമ്മളുടെ ആ ഒരു ബട്ടർ സ്കോച്ച് സോസ് ഒഴിച്ചേക്കുന്നു മാത്രമേ തോന്നുള്ളൂ. പക്ഷേ ഗനാഷാണെന്ന് നമുക്ക് അറിയാൻ പാടുള്ളൂ. കഴിച്ചു നോക്കുമ്പോഴാണെങ്കിലും ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാകത്തില്ല. നമ്മളുടെ വൈറ്റ് ഗനാഷിൻ്റെ ടേസ്റ്റ് നമുക്കറിയാവുന്നതാണല്ലോ. പിന്നെ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല, അതായത് ട്രിപ്സ് ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചധികം ലോങ് പോകേണ്ടതാണ്. 1 hour നമുക്ക് ഡ്രൈവ് തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഡ്രിപ്സ് ആണെങ്കിൽ സൈഡിൽ കൂടെയൊക്കെ ഇത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതങ്ങനെ ആ ഒരു റൗണ്ടിൽ നിർത്തുവാണ് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ഈ ഗനാഷ് ആകുമ്പോഴേക്കുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് സോസ് പോലെയുള്ള സോസ് നമുക്ക് ഒരിക്കലും ഇതുപോലെ നിർത്താൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മളുടെ ഒരു വാൻജോയിലൊക്കെ നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു ഡിസൈൻ പോലത്തെ ഡിസൈനാണ്. പക്ഷെ നമുക്ക് ബട്ടർ സ്കോച്ച് സോസിലാണെങ്കിൽ നമ്മൾ ഈ ഒരു രീതിക്ക് നമുക്കൊരു ഫിനിഷിങ്ങും കാര്യങ്ങളും കിട്ടത്തില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓക്കെ ആയിരിക്കും, പക്ഷേ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താലോ അല്ലെങ്കിൽ കസ്റ്റമറുടെ അടുത്ത് എത്തുമ്പോഴോ ഈ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴുകി പല വഴിക്കായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ കുറേ പേരുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാനിതിങ്ങനെ പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ തന്നെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തേക്കാമെന്ന്. അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. കാരണം പ്ലാനിങ് ഒന്നുമില്ല, എന്ത് ഡിസൈൻ ചെയ്യുന്ന പോലും എൻ്റെ തലയിലുണ്ടായിരുന്നില്ല. ഗനാഷ് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇത്ര സ്പീഡിൽ ചെയ്യുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ ഒരു ശരിയായിട്ടുള്ള സ്പീഡെന്ന് പറയുന്നത്. നമ്മൾ വീഡിയോൻ്റെ ആ ഒരു കുറേ വീഡിയോസൊക്കെ കാണിക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്പീഡ് കൂട്ടിയിടുന്നതാണ്. നിങ്ങളെല്ലാവരെയും പോലെ ഞാനും വളരെ സ്ലോയിൽ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. നല്ല ടൈം എടുത്തിട്ടാണ്. കാരണം എത്ര ചെറിയ കേക്കാണെങ്കിലും വലിയ കേക്കാണെങ്കിലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്നതുപോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു കാണുമ്പോൾ ഉള്ള ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ഇമ്പ്രഷൻ ഒട്ടും കളയരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, മാക്സിമം നമ്മളെ കൊണ്ടാകാവുന്നത് പോലെ നമ്മൾ അതിൽ വർക്ക് ചെയ്യാറുണ്ട്.
അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മളുടെ മനസ്സിലിങ്ങനെ തോന്നിയതാണ് അതങ്ങനെ കൊടുക്കാമെന്ന്. കാരണം ഞാൻ ഇതുപോലെ തന്നെ ബ്ലാക്കിന് പകരം വൈറ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ കഴിഞ്ഞൊരു ദിവസം തന്നെ ഞാൻ ഇൻസ്റ്റയിൽ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാനപ്പോൾ ബ്ലാക്ക് ഗനാഷ് ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് ബ്ലാക്ക് കൊടുത്തിട്ട് അതങ്ങനെ പെട്ടെന്ന് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് സിമ്പിളായിട്ടുള്ളൊരു നോസിൽ ഡിസൈനാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സൈഡിൽ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തേക്കുന്നത് തന്നെ ആ ഒരു ഗനാഷൊക്കെ ഇനി സോസല്ല ഗനാഷിന് ഒഴുകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, സൈഡിലൊരു സ്പേസ് കൊടുത്തിട്ട് അവിടെ നമ്മളുടെ ബാക്കി നോസിൽ ഡിസൈൻ കൊടുക്കുവാണ് കേട്ടോ. നമ്മളുടെ റോസറ്റെ നോസിലാണ് എടുത്തേക്കുന്നത്. ബിഗിനേഴ്സായിട്ടുള്ള കുറേ പേര് നമ്മളുടെ ചാനലിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് എടുത്ത് കാണിച്ചത്. നമ്മളുടെ റോസറ്റെ നോസിൽ എന്ന് പറയുന്നത് 2D നോസിലാണ്. നോസിൽ നമ്പർ 2D ആണ്. പല ഇതുണ്ടല്ലോ. അപ്പോൾ ഈ നോസിലിൻ്റെ നെയിം എന്ന് പറയുന്നത് 2D എന്നാണ്. ഞാനൊക്കെ ഇത് ശരിക്കും റോസറ്റെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത്. കാരണം നമ്മൾ ആ സമയത്തൊന്നും ഇങ്ങനെ എന്താ പറയുക, നമുക്കിതിൻ്റെ നെയിമും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഷോപ്പിൽ പോയി കാണിച്ചു കൊടുക്കുമ്പോൾ അവരെടുത്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ബിഗിനേഴ്സ് ഉള്ളത് കൊണ്ട് അവർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നമ്മളുടെ ആ ഒരു നോസിലൊക്കെ കാണിച്ചത്. പിന്നെ സിമ്പിളായിട്ട് നമ്മളൊരു നെയിം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് വെച്ചു. പിന്നെ നമ്മളുടെ നെയിമും കൂടി കൊടുത്ത് അതിൻ്റെ ലുക്കും കൂടി ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാനുള്ള ടിപ്സ് എന്ന് വെച്ചാൽ, ഒന്നത്തേത് നമ്മളുടെ ഗനാഷിൻ്റേതാണ്. നമ്മളുടെ ബട്ടർ സ്കോച്ചിൽ നമ്മൾ ഗനാഷാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ആ ഒരു ഗനാഷിന് പോലും നമ്മൾ ആ എമൽഷൻ ചേർക്കുമ്പോഴേക്കും ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ആ ഒരു ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ തന്നെയാണ് കേട്ടോ നമുക്കത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് വൈസൊക്കെ എല്ലാം സൂപ്പറായിരിക്കും. അപ്പോൾ പിന്നെ അവർ നല്ല സ്റ്റേബിളായിട്ട് നമ്മളുടെ ആ ഒരു സോസിൻ്റെ കൺസിസ്റ്റൻസി ഇതിനേക്കാളും നല്ലതായിട്ട് സ്റ്റേബിളായിട്ട് ഇത് നിൽക്കുകയും ചെയ്യും. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഗനാഷിൻ്റെ മേളിലാണെങ്കിലും നമ്മൾ ഈ ഒരു ക്രീം വർക്കൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതിപ്പോൾ 1 hour ഡ്രൈവ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ലോങ് നമ്മുടെ ഗനാഷ് നിന്നില്ലെങ്കിലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൈഡിലൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ക്രീമിൻ്റെ മേളിലേക്ക് ഈ ഒരു ക്രീം വർക്ക് ചെയ്തത് കേട്ടോ. ഇപ്പോൾ ഫുൾ ഗനാഷ് കൊടുത്തിട്ടാണെങ്കിൽ ആ ഒരു കേക്കിലേക്ക് ഒരു കുത്ത് കൊടുത്തിട്ട് ആ കേക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളുടെ വാക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഡിസൈൻസൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മിക്കവരും തന്നെ ഒരു സങ്കടത്തോടെയാണ് നമ്മളെ ഈ ഒരു സോസ് ഒഴുകിപ്പോകുന്ന കാര്യം മെസ്സേജ് ചെയ്തൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കൊടുത്തവർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അല്ലാത്തവർക്കും കൂടി യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതി ഇട്ടതാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുവാണെങ്കിൽ എന്താ പറയുക, ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന്